ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ് വിസ റെഗുലേഷൻസ് ഉള്ള ഒരു രാജ്യമല്ലേ ഓസ്ട്രേലിയ. അതായത് അക്കാഡമിക്സും ഫൈനാൻസും ഒക്കെ തന്നെ വളരെ ക്ലീൻ ആയിട്ട് ഒരു കുട്ടിക്ക് മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു വാർത്ത എന്താണ്? പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, അല്ലെങ്കിൽ കുട്ടികളുടെ പാർട്ട് ടൈം ചെയ്യുന്ന റെഗുലേഷൻസ്, ഇങ്ങനെ അനേകം റെസ്ട്രിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല പ്രൊഫൈൽസ് ആണ് ഓസ്ട്രേലിയക്ക് എത്തിപ്പെടണമെങ്കിൽ തന്നെയും എന്തിനാണ് ഇത്തരം റെസ്ട്രിക്ഷൻസ് അവർ വെക്കുന്നത്? വെരി സിമ്പിൾ. ഒരു രാജ്യത്ത് ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ വന്നാൽ അതൊരു വ്യക്തി ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഡെഫിനറ്റ് ആയിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൺസൾട്ടൻസ് തന്നെ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷൻസിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് കരിയർ ഉണ്ടാവൂ എന്നൊരു തെറ്റിദ്ധാരണ കാരണം ആയിരക്കണക്കിന് നല്ല ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഓരോ വർഷവും എല്ലാ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരുന്നത്. അത് ഓസ്ട്രേലിയയിലും അതെ, UK-യും അതെ, കാനഡയും അതെ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഇത്ര വഷളാവാൻ കാരണം. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത അനേകം യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. റിലേറ്റീവ്ലി നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കുറഞ്ഞ, അതുകൊണ്ട് തന്നെ ജോലി കിട്ടാൻ സാധ്യതയുള്ള അനേകം രാജ്യങ്ങൾ. അത്തരത്തിലുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുത്ത് നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഭാവിയിൽ ഒരു കാലത്തും നിങ്ങൾക്കുണ്ടാവില്ല.